അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഏണിങ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 4 വർഷം മുമ്പൊക്കെ 2021 തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിലേക്ക് ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് തമാശ എന്നല്ല, എന്റെ ഫോണിനകത്തൊന്നും സ്പേസ് ഇല്ല. അപ്പൊ എന്റെ ഓർമ്മകളൊക്കെ എനിക്ക് പിന്നീട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് ഓരോന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ ടൈമിൽ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്നെ അതായത് ഒത്തിരി പേര് പറഞ്ഞു, അയ്യോ ചെയ്തിട്ട് എന്താ കാര്യമോ, ചെയ്ത് വെച്ചിട്ട് പൈസ ഒക്കെ കിട്ടുകയാണെങ്കിൽ തരണേ, കടമായിട്ട് ഒരു 1000 രൂപയെങ്കിലും തരണേ, ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ച ഒത്തിരി പേരുണ്ട്. എനിക്ക് അന്നൊക്കെ നല്ല സങ്കടം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഏതെങ്കിലും കാലത്ത് ഏണിങ്സ് കിട്ടുക എന്നുണ്ടെങ്കിലോ എന്ന് ഞാൻ അന്ന് ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അതല്ലാണ്ട് ഞാൻ ഒരിക്കലും അതിനുവേണ്ടി ഒരുപാട് സ്ട്രെയിൻ ചെയ്തു, അതിനുവേണ്ടി ഒരുപാട് എന്താ പറയാ പ്രയത്നിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഇതിന് വേണ്ടിയിട്ടായിട്ട് ടൈം കണ്ടെത്തി. അത് എൻ്റെ ഒരു ഫ്രണ്ട് കാരണം കേട്ടോ, അവന് ശരിക്കും താങ്ക്സ്. അവനും ഇതേപോലെ ഒരു ചാനലുണ്ട്. അപ്പൊ അവൻ കാരണമാണ് ഞാൻ ഒരു വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. പിന്നെ അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ ഇട്ട് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയത്. അപ്പൊ ആ ഫ്രണ്ട് കാരണമാണ് ഞാൻ പെട്ടെന്ന് മോണിറ്റൈസ് ആയിട്ട് എനിക്ക് ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപയൊന്നും നമുക്ക് ആദ്യം കിട്ടുമൊന്നുമില്ല. നമുക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഒരു $100 അതിൽ കുറച്ച് എമൗണ്ട്. ചിലർക്കൊക്കെ ഭാഗ്യവശാൽ കൂടുതൽ കിട്ടുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെന്നല്ല. എന്നാലും അത്രയൊക്കെ നമുക്ക് $100, അതായത് ഒരു 10 രൂപ എടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ 9000, 10000 ഈ ലെവലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ അത്രയെങ്കിൽ അത്രയും നമുക്കൊരു എമൗണ്ട് നമുക്ക് കിട്ടുകയല്ലേ. അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടുക എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ എമൗണ്ട്, ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അത്ര ലെവലൊന്നും എത്തിയില്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു വിധം നമുക്ക് നമ്മുടേതായിട്ടുള്ള പോക്കറ്റ് മണി, നമ്മുടെ ആവശ്യങ്ങൾക്കും നമുക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഇൻകം അതിൽ നിന്ന് കിട്ടുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള ഫലമാണ് ആ കിട്ടിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരുമായിട്ട് അത് ഡിസ്കസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതേപോലെ എന്നെ കളിയാക്കിയിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ എൻ്റെ അടുത്ത് അങ്ങനെ, ഞാൻ അവരെ മനസ്സിലങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു ഏണിങ്സ് കിട്ടുന്ന സമയത്ത് എനിക്ക് അതിന്റെ ഒരു വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഞങ്ങൾക്കൊരു വീഡിയോ ഇപ്പൊ ഡേറ്റിരിക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 9-10 രൂപ, അതായത് $100 ആണ് നമുക്ക് ആദ്യം ഏണിങ്സ് കിട്ടുന്നത്. അങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഏണിങ്സിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ വേണ്ടി ഈ കുഞ്ഞു വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് അതിനകത്ത് കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂട്യൂബിൽ ഇതേപോലെ വീഡിയോസും കാര്യങ്ങളും ഇട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിന്റെ ഫലം കിട്ടും. അപ്പോൾ അങ്ങനെ എന്താ പറയാ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് മാത്രം നല്ലപോലെ ഒന്ന് പ്രയത്നിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എമൗണ്ട് കിട്ടുന്ന കാര്യം 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ പഴയ ചാനൽ, അതായത് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കുന്നത് വേറൊരു ചാനലിനാണ്, *Seduction എന്ന് പറയുന്ന ചാനലാണ്. അപ്പൊ ആ ചാനലിനകത്ത് നിങ്ങൾ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം. സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പുതിയ ചാനലാണ്, സെറ്റ്ലൈഫ് എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. അപ്പൊ ആ ചാനൽ കാണാത്ത ആൾക്കാർ എന്തായാലും ആ ചാനൽ ഒന്ന് കയറി കാണാം. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.